ഗ്രേസ്മിയുടെ യൂട്യൂബ് ചാനലിൻ്റെ സ്ഥലനാമ പുരാണം എന്ന് പറയുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത് നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലപ്പേര് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ കാരണത്തിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. നെടുമങ്ങാട്ടൊക്കെയാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് നെടുമങ്ങാട്. അപ്പോൾ നെടുമങ്ങാട് പോയി അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് എങ്ങനെയാണ് ഈ പേര് വരാൻ കാരണം ഒരു ഐഡിയ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പോൾ നമുക്കതൊന്ന് ചോദിച്ച് അറിഞ്ഞതിന് ശേഷം വരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നെടുമങ്ങാടാണ്. ഇന്നത്തെ ഉദ്ദേശം നെടുമങ്ങാട് പേര് വരാൻ കാരണം എന്താണെന്നാണ്. എൻ്റെ പുറകിൽ കോയിക്കൽ കൊട്ടാരമാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളും ഓഡിറ്റോറിയങ്ങൾ, പിന്നെ സ്കൂള്, ആശുപത്രി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ നെടുമങ്ങാട് എന്നുള്ള പേര് വരാൻ കാരണം എന്താണ് നമുക്ക് ഇവിടുത്തെ ആൾക്കാരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പണ്ട് ഈ സ്ഥലം നെടുവൻകാടായിരുന്നു. ആ നെടുവൻകാട് പറഞ്ഞാണ് നെടുമങ്ങാട് ആയി മാറി. നെടുവൻകാട് അതാണ് വൻകാടുള്ള പ്രദേശമായിരുന്നു. അങ്ങനെ പറഞ്ഞു കാലക്രമേണ നെടുമങ്ങാടായത്. ചേട്ടൻ കേട്ടിട്ടുള്ളത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഐഡിയ? വേറെ ഇല്ല. ഓക്കെ, താങ്ക്സ്. എൻ്റെ മിനിൽ കുമാർ. ഓക്കെ, താങ്ക്സ് ചേട്ടാ. നെടുമങ്ങാടെന്ന് പറയാൻ സാധാരണ ഇവിടെ പറഞ്ഞു വരുന്നത്, മുമ്പുള്ളവർ പറയുന്നത് നെടുമങ്ങാട് ഏരിയ എന്ന് പറയുന്നത് ഈ സ്ഥലം പണ്ട് സ്ഥല പ്രദേശമായിരുന്നു. അതുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റിയാണ് അങ്ങനെ പേരിട്ടാണ് നെടുവൻകാട് ആക്കിയത്. അതിന് പുറമെ തന്നെ രാജാക്കന്മാരെ കാലത്ത് ഈ വർഷങ്ങൾക്ക് 100 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്, കോയിക്കൽ കൊട്ടാരം. അന്ന് രാജാക്കന്മാർക്ക് നിർമ്മിച്ചതാണ്. അതിനെ ചുറ്റിപ്പറ്റി ഒരു പ്രശസ്തി നെടുമങ്ങാടിനുണ്ട്. അതാണ് പ്രധാന ഒരു കാര്യം. ഇത് വെച്ച് തന്നെയാണത്. പിന്നെ ഇപ്പോൾ ആ പ്രശസ്തിയൊന്നും കൊട്ടാരത്തിലില്ല. ആ സ്ഥലവും അതെല്ലാം ഇങ്ങനെ ആളുകൾ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റിപ്പറ്റി തന്നെ ആരും സംരക്ഷിക്കുന്നതുമില്ല. ബാക്കിയെല്ലാം പിന്നീട് ഈ വർഷങ്ങളോളം മാറി വന്നതാണ്. ഈ സിറ്റി കാടങ്ങ് മാറി ഏകദേശം സിറ്റിയായി ഇപ്പോഴത്തെ നെടുമങ്ങാടായി വന്നത്. നമ്മുടെ കോയിക്കൽ പാലസ് പോലെ വേറെ ഏതെങ്കിലും ചരിത്ര സംഭവങ്ങളോ? കോയിക്കൽ പാലസ് പോലെ ക്ഷേത്രങ്ങൾ ഇവിടെ ഇരിക്കുന്നതെല്ലാം അതിന് ശേഷം എന്നാണ് പ്രശസ്തിയുള്ള 3 ക്ഷേത്രമുണ്ട് ഇവിടെ. മേലാങ്കട അമ്മൻ കോവിൽ, കൊട്ടാരമംഗലം 3 ക്ഷേത്രമുണ്ട് ഇവിടെ. അത് അതിന് ശേഷം വന്നതാണ്. കൊട്ടാരമൊക്കെ വന്നതിന് ശേഷമാണ് വന്നത്. അതാണ് എൻ്റെ കാര്യം. പേരെന്താണ്? എൻ രവീന്ദ്രൻ. ഞാൻ നെടുമങ്ങാട് ഒരു 3 രാജവംശക്കാലം കഴിഞ്ഞു വന്ന ചേര രാജവംശക്കാലത്താണ് പിന്നെ ഇത് നെടുമങ്ങാടെന്ന് പേര് വരുന്നത്. അപ്പം നെടുമങ്ങാടിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് അതിർത്തികൾ വടക്ക് ഉള്ളൂർ കുന്നുകളും, പിന്നെ വന്ന് തെക്ക് പൂന്തറയും, കിഴക്ക് അഗസ്ത്യകൂടവും, പടിഞ്ഞാറ് പേരൂർക്കട വെള്ളയമ്പലം കുന്നുകളും ചേർന്നാണ് ഇതിൻ്റെ രാജവംശമായി കിടന്നത്. ഈ നെടുമങ്ങാടിന് രൂപം കൊടുത്തത് തന്നെ ഉമയമ്മ മഹാറാണിക്ക് മുമ്പ് 10 നാടുവാഴികൾ അവർക്ക് ശേഷം മാർത്താണ്ഡവർമ്മ ആക്രമിച്ച് കീഴടക്കുന്നവരെ ഈ 7 നാടുവാഴികളും പേരകം ഭരിച്ചിരുന്നതായി പിന്നെ ഫോർത്ത് ഡഷ് രേഖകളിൽ ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതാണ് ഇതിൻ്റെ നെടുമങ്ങാട് വരുന്നത് വെച്ചാൽ നെടുവഴിക്കാടായിരുന്നത്. ഇത്രയും നെടുമങ്ങാടിനെയാണ് പിന്നീട് നെടുമങ്ങാട് ലോപിച്ചാണ് നെടുമങ്ങാടായിട്ട് വരുന്നത്. ഇത്
നെടുമങ്ങാട് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് രാജ്യത്തിൽ ശേഷം നെടുമങ്ങാടിനെ അനിഴം തിരുനാളാണ് മാർത്താണ്ഡവർമ്മ 1734 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നെടുമങ്ങാടിനെ തിരുവിതാംകൂർ രാജവംശമായി ചേർത്തത്. അതുവരെ ഇത് പല രാജവംശമായിട്ട് കിടന്നതാണ്. എന്തായിരുന്നാലും നെടുവൻകാട് ആണ് ലോപിച്ച് നെടുമങ്ങാടായി. ഓക്കെ, വളരെ നല്ല കാര്യം. ഇത് ഇത്രയും ഷെയർ ചെയ്തു. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് രാജേന്ദ്രൻ. ഓക്കെ ഏട്ടാ, താങ്ക് യു. അതെന്ന് പറഞ്ഞാൽ നെടുവൻകാട് അതാണ് ഇപ്പോൾ നെടുമങ്ങാടായി മാറിയത്. നെടുവൻകാട് ഇത് തന്നെ ചോദിച്ചറിഞ്ഞിൽ നിന്ന് നെടുമങ്ങാട് ആയി രൂപാന്തരപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ അറിവുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. രസകരമായിട്ടുള്ള ഇതുപോലെ സ്ഥലപ്പേരുകളോ അതിൻ്റെ രൂപാന്തരം സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു സ്ഥലത്തിൻ്റെ വിശേഷമായിട്ട് കാണാം. ബൈ.